ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു നിറത്തിൽ എഴുതുന്നത് എന്താണ്? അതായത് ഏത് മത്സരമായി കഴിഞ്ഞാലും, ഏത് ഭാഷ സംസാരിക്കുന്ന ആൾക്കാരായി കഴിഞ്ഞാലും, ഏത് നാട്ടുകാരായി കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു നിറത്തിൽ എഴുതുന്നത് എന്ത്? ഉത്തരം കണ്ണെഴുതുക. കണ്ണെഴുതുന്നത് കറുപ്പ് കൊണ്ടാണ് അല്ലേ? അത് നമ്മൾ ഹിന്ദു ആയാലും ക്രിസ്ത്യനായാലും മുസൽമാനായാലും മറ്റ് സംസ്ഥാനത്തുള്ള ആൾക്കാരായി കഴിഞ്ഞാലും അവരൊക്കെ കണ്ണെഴുതുന്നത് കറുപ്പ് കൊണ്ടാണ് അല്ലേ? അപ്പോൾ ഉത്തരം കണ്ണെഴുതുക എന്നുള്ളതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. പേരിൽ തന്നെ വേദനയുള്ള പണി അല്ലെങ്കിൽ തൊഴിൽ ഏതെണ്ണാണ്? പല രീതിയിലുള്ള തൊഴിൽ ചെയ്യുന്ന ആൾക്കാരാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പേരിൽ തന്നെ വേദനയുള്ള പണി അല്ലെങ്കിൽ ജോലി ഏതാണ്? പല ആൾക്കാരും ചെയ്യുന്ന ജോലിയാണ്. അപ്പോൾ വേദന പേരിൽ തന്നെയുള്ളൊരു പണിയാണ് അല്ലെങ്കിൽ തൊഴിലാണ് പെയിൻറ്റിങ് എന്ന് പറയാം. അപ്പോൾ അതിലൊരു പെയിൻ ഉണ്ട്, വേദനയുണ്ട്. അപ്പം മനസ്സിലായല്ലോ, സംശയമൊന്നുമില്ലല്ലോ? ഓക്കെ. ചോദ്യമായിരുന്നു ആരും ഇഷ്ടപ്പെടാത്ത റെസ്റ്റ് ഏത് എന്നുള്ളതാണ്. ഉത്തരം മറ്റൊന്നല്ല, അറസ്റ്റാണ്. നമ്മൾ ആരും അറസ്റ്റ് വരിക്കാൻ വേണ്ടി ആരും ഇഷ്ടപ്പെടാറില്ല. അറസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര പ്രശ്നമുള്ള സംഭവമാണ്. അപ്പോൾ ആർക്കും ഇഷ്ടപ്പെടാത്ത അറസ്റ്റാണ് അറസ്റ്റ്. ഓക്കെ, അപ്പോൾ ആരും അറസ്റ്റിലേക്ക് പോയി ചാടിയേക്കല്ലേ. ഓക്കെ, ചോദ്യമായിരുന്നു അതായത് എല്ലാം കാണാം, എല്ലാത്തിനെയും കാണാം, പക്ഷേ പരസ്പരം കാണാൻ പറ്റില്ല, എന്താണ്? ഉത്തരം മറ്റൊന്നുമല്ല, ദേ കിടക്കുന്ന സാധനം നമ്മുടെ കണ്ണുകളാണ്. കണ്ണുകൾ എല്ലാം കാണും, പക്ഷേ ഈ കണ്ണുകളും പരസ്പരം നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. അതാണ് പറഞ്ഞത്, എല്ലാം കാണാം, എല്ലാവരെയും കാണാം, എല്ലാത്തിനെയും കാണാം, പക്ഷേ പരസ്പരം കാണാൻ പറ്റില്ല. എന്താണ് ഉത്തരം? കണ്ണാണ്. കണ്ണുകൾക്ക് പരസ്പരം കാണാൻ പറ്റൂല. ഓക്കെ. ആണിനൊന്ന് പെണ്ണിന് രണ്ട് എന്താണ് എന്നാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ ചോദ്യം. ഉത്തരം നമ്മൾ രസകരമായിട്ടുള്ള ഒരുപാട് ഉത്തരം വന്നിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ആൻസർ ണ എന്നുള്ള അക്ഷരമാണ്. ആണ് എന്ന് എഴുതുമ്പോൾ ഒരു ണ മാത്രമേ ഉള്ളൂ, പക്ഷെ പെണ്ണ് എന്ന് എഴുതുമ്പോൾ രണ്ട് ണയുണ്ട്. ഒന്ന് എഴുതി നോക്കിയേ മലയാളത്തിൽ. ആൺ എന്ന് എഴുതുമ്പോൾ, ആണ് എന്ന് എഴുതുമ്പോൾ ഒരു ണ മാത്രമേ ഉള്ളൂ. പെണ്ണ് എന്ന് എഴുതുമ്പോൾ രണ്ട് ണയുണ്ട്, ഒന്ന് മുകളിലും താഴെയായിട്ട് രണ്ട് ണയുണ്ട് പെണ്ണെന്ന് എഴുതുമ്പോൾ അല്ലേ? അപ്പോൾ ആണിനൊന്ന് പെണ്ണിന് രണ്ട്. ഉത്തരം ണ എന്ന അക്ഷരമാണ്.